ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ നിയമ നടപടിക്കൊരുങ്ങുന്നു കെ രമ എന്നുള്ള വാർത്തയാണ്. അടുത്തത് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് രമ പറയുന്നു. റോഷിബാൽ വിവരങ്ങളുമായി. റോഷിബാൽ, ഇപ്പോൾ കെ രമ ഇന്നലെ തന്നെ ഈ പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. 30 ദിവസം പരോൾ എന്തിന്? അമ്മയുടെ ആവശ്യപ്രകാരം മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിന്മേലാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. അതേസമയം കൊടിസുനിയുമായി ബന്ധപ്പെട്ട് കൊടിസുനി ജയിലിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ട് 30 ദിവസം അനുവദിച്ചതിനെയാണ് രമ ചോദ്യം ചെയ്തത്. ഇപ്പോൾ ഇതേ വാദങ്ങൾ ഉന്നയിച്ച് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഋഷിപാൽ. സ്മൃതി, പോലീസിൻ്റെയും ജയിലിൻ്റെയും ഒക്കെ റിപ്പോർട്ട് കൊടിസുനിക്ക് ഈ പരോൾ അനുവദിക്കരുത് എന്നുള്ളതാണ്. കാരണം പലവട്ടം ജയിലിനകത്ത് തന്നെ പല കുറ്റകൃത്യങ്ങളിലും കൊടിസുനി പങ്കാളിയായിട്ടുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥന്മാരെ അതിക്രമിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ അതീവ സുരക്ഷയുള്ള ജയിൽ വലിയ രീതിയിൽ ജീവനക്കാരെ അതിക്രമിച്ചതിനെ തുടർന്നാണ് തവന്നൂർ ജയിലിലേക്ക് കൊടിസുനിയെ മാറ്റിയത്. നിരന്തരം ജയിലിനകത്ത് പ്രശ്നക്കാരനായ കൊടിസുനി, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ഇവർ നേരത്തെ ശിക്ഷ വിധിച്ചപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ച് ശിക്ഷാ ഇളവിന് അപേക്ഷ നൽകിയപ്പോൾ ഹൈക്കോടതി തന്നെ ഒരിളവും ഇവർക്ക് നൽകേണ്ടതില്ല എന്ന തീരുമാനമെടുത്താണ്. അങ്ങനെയുള്ള കൊടും കുറ്റവാളികൾക്ക് എന്തിനാണ് ഇങ്ങനെ പരോൾ നൽകുന്നത്? എന്തിനാണ് ശിക്ഷാ ഇളവ് നൽകുന്നതിന് സമാനമായ പരോൾ നൽകുന്നത് എന്ന ചോദ്യമാണ് കെ രമ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഇന്നലെ തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി കഴിഞ്ഞു. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. ജയിൽ മേധാവിയുടെ തീരുമാനത്തിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ചട്ടവിരുദ്ധമായിട്ടാണ് ഇങ്ങനെ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചത് എന്ന ആക്ഷേപമാണ് RMPയും കെ രമയും ഉന്നയിക്കുന്നത്. രമ നടത്തുന്ന പോരാട്ടത്തിന് UDF പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഇങ്ങനെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് ഈ പരോൾ അനുവദിച്ചത് എന്ന ആക്ഷേപം കെ രമയും പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞു. ഏതായാലും ഇനി ഈ പരോൾ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ ജയിൽ വകുപ്പിൻ്റെ ഉത്തരവ് അതിൻ്റെ പകർപ്പ് ലഭിച്ച ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമാണ് കെ രമ എടുത്തിരിക്കുന്നത്. സ്മൃതി. ശരി, റോഷിപാലും ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.